മാരക രോഗമായ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിക്കുന്നവരുടെ എണ്ണം സംസ്ഥാനത്ത് കൂടി വരികയാണ്. ഒരു മാസത്തിനിടെ മാത്രം 6 മരണം എന്ന കണക്ക് പേടിപ്പെടുത്തുന്നതാണ്. സത്യത്തിൽ അത്ര ഭീതിതമാണോ രോഗവ്യാപന നിരക്ക്? വലിയ മരണനിരക്കുള്ള അസുഖമാണ് ഇതെന്നതാണ് നമ്മുടെ എല്ലാം ഭീതിക്ക് അടിസ്ഥാനം. രോഗം ഭേദമാകുന്നവരുടെ എണ്ണത്തിൽ രാജ്യ ശരാശരിയേക്കാൾ ഏറെ മുന്നിലാണ് കേരളം എന്ന് ഇപ്പോഴും ആശ്വാസം കൊള്ളുന്നതിൽ കാര്യമൊന്നുമില്ല. മറ്റ് മസ്തിഷ്ക ജ്വരങ്ങളിൽ നിന്ന് വേർതിരിച്ചറിയാനുള്ള പ്രയാസമാണ് ഈ രോഗത്തെ സങ്കീർണമാക്കുന്നത് എന്നത് നമ്മുടെ ഭീതി കൂട്ടേണ്ടതുണ്ട്. അപ്പോഴും രോഗബാധിതരുടെ എണ്ണം കൃത്യമായി കണക്കാക്കപ്പെടുന്നില്ല എന്ന വിമർശം സർക്കാരിനെതിരെ നന്നായി ഉയരുന്നുണ്ട്. ഈ സാഹചര്യം കുറച്ച് വിശദമായി പരിശോധിക്കേണ്ടതാണെന്ന് RDX കരുതുന്നു. ആദ്യം RDX റാപ്പ്. കേരളത്തിൽ അപൂർവ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ വ്യാപനവും മരണനിരക്കും ഉയരുകയാണ്. ഒരു മാസത്തിനിടെ മാത്രം 6 മരണമുണ്ടായെന്നത് സാഹചര്യത്തിന്റെ ഗൗരവം വെളിവാക്കുന്നു. മലപ്പുറം ചേലമ്പ്ര സ്വദേശി ഷാജിയാണ് ഏറ്റവും ഒടുവിൽ രോഗം ബാധിച്ച് മരിച്ചത്. വണ്ടൂർ സ്വദേശി ശോഭന, കണ്ണമംഗലം സ്വദേശി റംല, കോഴിക്കോട് ഓമശ്ശേരി സ്വദേശികളായ ദമ്പതികളുടെ 3 മാസം പ്രായമായ കുഞ്ഞ്, താമരശ്ശേരി സ്വദേശി 9 വയസ്സുകാരി അനയ, ബത്തേരി സ്വദേശി രതീഷ് എന്നിവരാണ് ഒരു മാസത്തിനിടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച മറ്റുള്ളവർ. നിലവിൽ 11 പേരാണ് രോഗം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. പലവിധ അമീബകൾ രോഗകാരണമാകുന്നുണ്ടെങ്കിലും ചികിത്സാ പ്രോട്ടോകോൾ എല്ലാത്തിനും സമാനമാണെന്നത് വെല്ലുവിളിയാണ്. രോഗവ്യാപനം രൂക്ഷമാകുന്നതിനാൽ കേരളത്തിലെ സാഹചര്യം കണക്കിലെടുത്ത് ചികിത്സാ പ്രോട്ടോകോൾ അടക്കം മാറ്റണമെന്ന ആവശ്യം ശക്തിപ്പെടുന്നുണ്ട്. രാജ്യത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിക്കുന്ന കേസുകളിൽ ഭൂരിഭാഗം കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നുവെന്ന് ലോകാരോഗ്യ സംഘടനയും പറയുന്നു. ആഗോളതലത്തിൽ 50% കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ രാജ്യത്ത് 25% മാത്രമാണ്. RDX റാപ്പ് ന്യൂസ് മലയാളം. മറ്റ് വിശദാംശങ്ങൾ പരിശോധിക്കാം. രോഗബാധയിൽ കണക്ക് കൃത്യമല്ലേ എന്നതാണ് പ്രധാനപ്പെട്ട വരുന്ന ചോദ്യം. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 10 ദിവസത്തിനിടെ മരിച്ചത് 6 പേരാണ് ഇന്ന് നമ്മളെ ഭയപ്പെടുന്ന കണക്കായിട്ട് മുന്നിലുണ്ട്. സർക്കാർ കണക്കിൽ ഇത് 5 പേരും രോഗം സംശയിക്കുന്നവരുടെ മാത്രം പട്ടികയിലായിരുന്നു, രോഗം സ്ഥിരീകരിച്ചവരുടേതായിരുന്നില്ല എന്നതാണ്. ഈ വർഷം 16 പേർ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചു മരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. ആരോഗ്യവകുപ്പ് കണക്ക് പ്രകാരം ഇതിൽ 14 പേരും രോഗബാധ സംശയിക്കപ്പെട്ടവരാണ്, രോഗം സ്ഥിരീകരിച്ചവരല്ല. ബ്രെയിൻ ഈറ്റിംഗ് അമീബ നൈഗ്ലേരിയ ഫൗളേരി ഉണ്ടാക്കുന്നതാണ് പൊതുവെ കണ്ടിരുന്ന ഈ അമീബിക് മസ്തിഷ്ക ജ്വരം എന്നത്. അമീബ മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിച്ച് 10 ദിവസത്തിനകം ലക്ഷണങ്ങൾ കാണിക്കും എന്നതാണ് നില. നൈഗ്ലേരിയ ഫൗളേരി ഉണ്ടാക്കുന്ന രോഗം വേഗത്തിൽ മൂർച്ഛിക്കും, മരണത്തിന് കാരണമാകും എന്നത് നമ്മൾ അറിയുന്നു. കേരളത്തിൽ വ്യാപകമാകുന്നത് ഗ്രാനുലോമാറ്റസ് അമീബിക് മസ്തിഷ്ക ജ്വരമാണ് എന്നതാണ് ഇപ്പോൾ നമ്മൾ അറിയുന്നത്. അക്കാന്തമീബ, ബാലമുത്തിയ, മാൻഡ്രില്ലാസ് അമീബകളാണ് രോഗകാരികൾ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ലക്ഷണം പ്രകടമാക്കാൻ മാസങ്ങളെടുത്തേക്കാം. രോഗം മൂർച്ഛിക്കുന്നതും വളരെ സാവധാനത്തിലാണ് എന്നത് അതിൻ്റെ ഒരു സവിശേഷതയും പേടിപ്പെടുന്ന സവിശേഷതയാണ്. മൂക്കും മസ്തിഷ്കവും വേർതിരിക്കുന്ന നേർത്ത പാളി വഴി അമീബ തലച്ചോറിലേക്ക് കടക്കുകയാണ് ചെയ്യുക. 97% വരെ മരണനിരക്കുള്ള രോഗം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ല എന്നത് ഒരു ആശ്വാസകരമായ കാര്യമാണ്. രാജ്യത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് 1971 മുതലാണ് എന്നാണ് നമ്മുടെ കയ്യിലുള്ള കണക്ക്. കേരളത്തിൽ ആദ്യ അമീബിക് മസ്തിഷ്ക ജ്വരം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത് 2016 ലക്ഷണം തലവേദന, പനി, ഛർദി, കണ്ണ് തുറക്കാനും കഴുത്ത് തിരിക്കാനും ബുദ്ധിമുട്ട്, കണ്ണിലെ ചുവപ്പ് എന്നിവയായിട്ടാണ് ആദ്യ ലക്ഷണങ്ങൾ വരിക. ഗുരുതരമാകുന്നതോടെ അപസ്മാരം, ബോധക്ഷയം, ഓർമ്മക്കുറവ് തുടങ്ങിയ ലക്ഷണങ്ങൾ കൂടെ പ്രത്യക്ഷമാകും. നട്ടലിൽ നിന്ന് സ്രവം കുത്തിയെടുത്ത് PCR പരിശോധനയിലൂടെയാണ് രോഗം സ്ഥിരീകരിക്കുന്നത്. 5 മരുന്നുകളുടെ സംയുക്തം ഉപയോഗിച്ചാണ് നിലവിൽ ചികിത്സ. രോഗം ബാധിക്കുന്നത് മലിനജലത്തിൽ കുളിക്കുന്നവരെയാണ് എന്നായിരുന്നു ഇതുവരെയുള്ള നമ്മുടെ ധാരണ. സംസ്ഥാനത്ത് കുളിമുറിയിൽ കുളിക്കുന്നവർക്കും രോഗബാധ ഉണ്ടായി എന്നതാണ് പുതിയ ഏറ്റവും പേടിപ്പിക്കുന്ന കാര്യം. ടാങ്കിലെ അമീബയാണ് അതിന് കാരണമായതെന്ന് കാണുന്നു. ചികിത്സാ പ്രോട്ടോകോൾ ഉണ്ടെങ്കിലും കേരളത്തിലെ സാഹചര്യം കണക്കാക്കപ്പെടുന്നില്ല എന്നത് വിമർശമായി പറയുന്നു. വ്യത്യസ്ത അമീബകളെ നേരിടുന്നതിന് ഒരേ ചികിത്സ ഫലപ്രദമാകുമോ എന്നതിൽ വ്യക്തതയില്ല എന്നതും നമ്മൾ കാണുന്നുണ്ട്. സംസ്ഥാനത്ത് രോഗലക്ഷണമില്ലാത്തവരിൽ വരെ അമീബയുടെ സാന്നിധ്യം കണ്ടെത്തി എന്നതാണ് കാണുന്നത്. രോഗികളിൽ പലർക്കും ജലാശയങ്ങളിൽ കുളിച്ചതിൻ്റെ പശ്ചാത്തലവുമില്ല എന്നതും പേടിപ്പെടുന്നൊരു കാര്യമാണ്. നേരത്തെ മുതൽ അമീബ സാന്നിധ്യമുണ്ട്. ഇപ്പോൾ രോഗം കൂടാൻ കാരണമെന്ത് എന്നതിലാണ് പഠനം വേണ്ടത്. രോഗകാരണമാകും വിധം അമീബയ്ക്ക് ജനിതക വ്യതിയാനം സംഭവിച്ചോ എന്ന് കണ്ടെത്തണം എന്നതാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കരുത്, മലിനമായ വെള്ളം മുഖത്ത് തട്ടാതെ സൂക്ഷിക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. വെള്ളത്തിലിറങ്ങിയാലും തല മുങ്ങാതിരിക്കാൻ, മൂക്ക് മുങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കിണറുകൾ, കുളങ്ങൾ, ടാങ്കുകൾ എല്ലാം ഇടവേളകളിൽ ക്ലോറിനേറ്റ് ചെയ്യണം എന്നതും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമായി പറയുന്നു. നീന്തൽക്കുളങ്ങളിലും വാട്ടർ തീം പാർക്കുകളിലും ക്ലോറിനേഷൻ ഉറപ്പാക്കണം എന്നതാണ് നമ്മൾ കാണുന്നത്. ഇത്രയുമാണ് വിശദാംശങ്ങൾ. ഇത് ആദ്യഘട്ടത്തിൽ നമ്മൾ എല്ലാത്തിനെയും എന്ന പോലെ ഭയം വേണ്ട, ജാഗ്രത മതി എന്ന മട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ പക്ഷേ ശരിക്കും ഭയക്കേണ്ടുന്നൊരു സാഹചര്യം വന്നിട്ടുണ്ടെന്ന് തോന്നുകയാണ്. കാരണം ഇത് കേരളം, മലയാളി എന്ന് വെച്ചാൽ വെള്ളത്തിൽ കൂടെ ജീവിക്കുന്ന ഒരു ജീവിയാണ് യഥാർത്ഥത്തിൽ. കാരണം അത്രമാത്രം മഴ, അത്രമാത്രം ഈ പാടശേഖരങ്ങളും കുളവും പുഴയും എല്ലാമായിട്ട്. അപ്പം വെള്ളത്തിലിറങ്ങി കുളിച്ചാൽ നിങ്ങളെ മരണകാരി ആയേക്കാവുന്ന ഒരു അസുഖം വരിക എന്ന് വെച്ചാൽ വല്ലാതെ പേടിപ്പെടുന്നതാണ്. അതിപ്പോൾ വന്ന്
ഇന്ന് പത്രത്തിൽ വന്ന് കണ്ടത് നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട്, ടാങ്കിലൂടെ പൈപ്പ് വഴി വരുന്ന കുളിമുറിയിൽ കുളിച്ചാലും രോഗം വരാൻ സാധ്യതയുണ്ട്. കാരണം ടാങ്കിനകത്തുകൂടെ ഈ അമീബ ഉണ്ടായേക്കാമെന്നാണ് പറയുന്നത്. ഭയപ്പെടേണ്ടതല്ലേ? തീർച്ചയായും അതിൻ്റെ ഒരു ഇത് ഞാനിപ്പോൾ അത് മൊത്തം ഇരുന്ന് ഒന്ന് വായിച്ചു നോക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഏറ്റവും കൂടുതൽ അമീബിക് മസ്തിഷ്ക ജ്വരം കണ്ടിട്ടുള്ളത് US-ലാണ്, അമേരിക്കൻ ഐക്യനാടുകളിലാണ്, പിന്നെ ഓസ്ട്രേലിയയിലുണ്ട്, ന്യൂസിലൻഡിലുണ്ട്, കേരളത്തിലുണ്ട്, മറ്റ് പാകിസ്ഥാനിലുണ്ട്. ഇങ്ങനെ ചില പ്രദേശങ്ങളിലാണ് കാണുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ അമീബയ്ക്ക് വളരാൻ പറ്റുന്ന ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് 25 ഡിഗ്രി മുതൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ചൂടുള്ള കാലാവസ്ഥ നിലനിൽക്കുന്ന പ്രദേശങ്ങളിലാണ്. ചൂടുള്ള കാലാവസ്ഥ നിലനിൽക്കുക എന്നത് മാത്രം പോരാ, ശുദ്ധജല സ്രോതസ്സുമായിരിക്കണം. ശുദ്ധജലത്തിലാണ് ഇത് വളരുന്നത്. കേരളത്തിൻ്റെ സാഹചര്യം എടുത്താൽ ധാരാളം ശുദ്ധജല സ്രോതസ്സുകളാണുള്ളത്. അപ്പോൾ ഈ ശുദ്ധജല സ്രോതസ്സുകൾ കെട്ടിക്കിടക്കുന്ന വെള്ളം മാത്രമല്ല, അരുവികളിൽ ഒഴുക്കുള്ള വെള്ളത്തിലും അത് ഏതെങ്കിലും തരത്തിൽ മലിനമായിട്ടുണ്ടെങ്കിൽ, അത് വളരാനുള്ള ഒരു സാഹചര്യമുണ്ടെങ്കിൽ, ചൂടുള്ള കാലാവസ്ഥയുണ്ടെങ്കിൽ അവിടെ ഇത് വളരും. കേരളത്തിൽ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ആദ്യഘട്ടത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം വന്ന ഉടനെ നടന്ന ഒരു പ്രചാരണം എന്ന് പറയുന്നത് കെട്ടിക്കിടക്കുന്ന പഴയ വെള്ളത്തിൽ ഇറങ്ങരുത്, പഴയ കുളങ്ങളിൽ, ഈ വല്ലാതെ വെള്ളം കെട്ടിക്കിടക്കുന്ന കുളങ്ങളിലൊക്കെ ഇറങ്ങിയാലാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ടാവുക എന്നതാണ്. പക്ഷേ സത്യത്തിൽ അതുമാത്രമല്ല. അതായത് നീന്തൽ കുളങ്ങളിൽ, ഇപ്പോൾ ഒരു ഫ്ലാറ്റ് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ നീന്തൽ കുളത്തിലെ വെള്ളം കൃത്യമായി മാറ്റാതിരിക്കുകയോ ക്ലോറിനേറ്റ് ചെയ്യാതിരിക്കുകയോ ചെയ്താൽ അവിടെയും ഇതിന് സാധ്യതയുണ്ട്. അപ്പോൾ അതായത് ശുദ്ധജലം എവിടെ കെട്ടിക്കിടക്കുന്നോ, എവിടെ മലിനീകരണം നടക്കുന്നോ അവിടെയെല്ലാം ശുദ്ധജലം എന്ന് വർഷം പറയുന്നത് കടൽ ജലമല്ലാത്ത, അതെ ശുദ്ധജലം എന്ന് പറയുന്നത് അതായത് അങ്ങനെയുള്ള വെള്ളം കെട്ടിക്കിടക്കുന്നതും ഒഴുകുന്നതുമായ എല്ലാ സ്ഥലത്തും കേരളത്തിലെ സാഹചര്യത്തിൽ, അതായത് മറ്റ് അമേരിക്കയിലെയൊക്കെ സാഹചര്യം എടുത്ത് ഞാനിങ്ങനെ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് കേരളത്തിൽ എവിടെ വേണമെങ്കിലും വളരാനുള്ള സാധ്യതയുണ്ട്. കാരണം കേരളത്തിൻ്റെ കാലാവസ്ഥ ആ നിലയ്ക്കാണ്. ധാരാളം ശുദ്ധജല സ്രോതസ്സുകളുമുണ്ട്, ശുദ്ധജല തടാകങ്ങളുണ്ട്. ഇതെല്ലാം ഉള്ളിടത്ത് ഇത് വളരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഒരു കാര്യം, അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ അമേരിക്കയിൽ ഏതാണ്ട് 2016 വരെയുള്ള ഒരു കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 143 പേർക്ക് രോഗം ബാധിച്ചവരിൽ 4 പേരെ രക്ഷപ്പെട്ടിട്ടുള്ളൂ. US-ൽ 4 പേരെ രക്ഷപ്പെട്ടിട്ടുള്ളൂ. ആ നിലയ്ക്ക് നോക്കിയാൽ അതുകൊണ്ടാണ് കേരളത്തിൽ മരണനിരക്ക് താരതമ്യേന കുറവാണ്, അല്ലെങ്കിൽ അതിജീവിക്കുന്നവരുണ്ട് എന്ന് പറയാനുള്ള ഒരു കാരണം. ഈ കണക്കുകൾ നോക്കുമ്പോൾ US കഴിഞ്ഞാൽ പിന്നെ ഇത് അതിജീവിക്കാനുള്ള എന്തെങ്കിലും സാധ്യത, ഈ രോഗം ബാധിച്ചാൽ രക്ഷപ്പെടാൻ സാധ്യത ഇതുവരെ കാണുന്നത്, ആ കണക്കിൽ കാണുന്നത് കേരളത്തിൽ തന്നെയാണ്, സംശയമില്ല. അപ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ കൂടുതൽ മരണത്തിലേക്ക് പോകും. 98% മോർട്ടാലിറ്റി റേറ്റ്. 98% ആളുകൾ ഈ രോഗം ബാധിച്ചാൽ മരിച്ചു പോകാനാണ് സാധ്യത. അപ്പം അതിൽ ഏറ്റവും പ്രധാനം എന്താണ് എന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ ഓരോ രാജ്യങ്ങളിലും നടന്നിട്ടുള്ള ഈ രോഗവുമായി ബന്ധപ്പെട്ട് ഈ രോഗം റിപ്പോർട്ട് ചെയ്താൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ബോധവൽക്കരണ പരിപാടിയാണ് നടക്കുന്നത്. അപ്പോൾ ആ ബോധവൽക്കരണം എന്നത് തന്നെയാണ് തൽക്കാലം ഇത് തടയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. അല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ മന്ത്രവടി കറക്കിയോ മരുന്ന് കൊടുത്തോ അവസാനിപ്പിക്കാവുന്ന ഒരു സംഗതിയല്ല ഇത് ബോധവൽക്കരണം തന്നെയാണ്. കാരണം മൂക്കിലൂടെ തന്നെയാണ് പരമാവധി ഈ രോഗം നമ്മളിലേക്ക്, ഈ അമീബ മനുഷ്യനിലേക്ക് പ്രവേശിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ വെള്ളത്തിൽ ഇറങ്ങിയാൽ തന്നെ പരമാവധി മൂക്ക് മുങ്ങാതിരിക്കാനുള്ള പണി നോക്കുക എന്നുള്ളതാണ് ഈ ബോധവൽക്കരണത്തിലെ പ്രധാനപ്പെട്ട സംഗതി. പിന്നെ പരമാവധി ജലാശയങ്ങളെല്ലാം മലിനമാകാതിരിക്കാൻ പരമാവധി നോക്കുക, കെട്ടിക്കിടക്കുന്ന വെള്ളം പരമാവധി ക്ലോറിനേറ്റ് ചെയ്യാനുള്ള ശ്രദ്ധയുണ്ടാവുക. ഇതൊക്കെ തന്നെയാണ് ഇതിലെ പ്രധാനപ്പെട്ട സംഗതികൾ. അപ്പോൾ ഇതെന്തായാലും ഈ അമീബയ്ക്ക് വളരാൻ പറ്റുന്ന, ഇപ്പം നമ്മൾ കേരളത്തിൻ്റെ കാലാവസ്ഥയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ എന്താണ്, നല്ല കാലാവസ്ഥയാണ്, വലിയ തണുപ്പില്ല, വലിയ ചൂടില്ല, എന്നാൽ തരക്കേടില്ലാത്ത ചൂട്. ഇപ്പം വേനൽക്കാലത്ത് 40 ഡിഗ്രി വരെ ചൂടെത്തുന്ന ഒരു കാലാവസ്ഥ, ആ കാലാവസ്ഥ തന്നെയാണ് ഈ അമീബയ്ക്കും വേണ്ടത്. അപ്പോൾ അത്തരം ആ കാലാവസ്ഥയാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട വില്ലൻ. രണ്ടാമത്തെ വില്ലൻ ഈ ശുദ്ധജല സ്രോതസ്സുകൾ മലിനീകരിക്കപ്പെടുന്നു എന്നുള്ളത് കൂടിയാണ്. ഇതിനകത്ത് ഈ പറഞ്ഞ തന്നെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അതായത് ഈ നെറ്റ്ഫ്ലിക്സിൽ ദി റെയിൻ എന്ന് പറയുന്നൊരു ഡാനിഷ് സീരീസ് ഉണ്ട്. സാധാരണ സീരീസ്. അതിനകത്ത് ഉള്ളത് മഴയിലൂടെ ഒരു വൈറസ് വന്നിട്ട് മഴ കൊണ്ട് അപ്പോൾ ആൾ മരിച്ചു പോകും, അസുഖം വന്നിട്ട്. അങ്ങനെയാണ് പല നെറ്റ്ഫ്ലിക്സ് സീരീസുകളിലൊന്ന്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്നത് വെച്ചാൽ മഴ എന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണല്ലോ. അതുപോലെയാണ് വെള്ളം. വെള്ളം എന്ന് വെച്ചാൽ നമ്മൾ വെള്ളത്തോടാണ് ഒപ്പമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജീവിതം. ആ ജീവിതത്തിനകത്ത് കുഴപ്പം വന്നാൽ ഈ സീരീസിൽ കാണുന്ന പോലെ വല്ലാത്ത തോതിലാകും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഭയം വേണ്ട, ജാഗ്രത മതി എന്ന് പറയുമ്പോൾ ആദ്യം വേണ്ടത് ഹർഷൻ പറഞ്ഞ പോലെ ബോധവൽക്കരണമാണ്, കൃത്യമായിട്ടുള്ള വിവരം. പക്ഷേ ഈ ഘട്ടത്തിൽ ഈ അസുഖത്തെക്കുറിച്ച് ഇതിനെ വിമർശിക്കുന്ന ആളുകൾ, സർക്കാരിൻ്റെ സംവിധാനങ്ങൾ പോരാ എന്ന് പറയുന്ന ആളുകളും ചൂണ്ടിക്കാണിക്കുന്നത് കൃത്യമായ ഡാറ്റയോ കൃത്യമായിട്ടുള്ള വിവരങ്ങളോ ബോധവൽക്കരണ വിവരങ്ങളോ പുറത്തേക്ക് വരുന്നില്ല എന്നതാണ്. ഇപ്പം തന്നെ ഈ മരിച്ചതിൽ കുറേ ആളുകൾ രോഗം സംശയിക്കുന്ന ആളുകളാണ് മരിച്ചത്, രോഗം സ്ഥിരീകരിച്ച ആളുകളല്ല. എത്ര പേർക്ക് സ്ഥിരീകരിച്ചു?
ഈ മരിച്ചവരിൽ എത്ര പേര് യഥാർത്ഥത്തിൽ രോഗം കൊണ്ടാണ് മരിച്ചതെന്നുള്ള കൃത്യമായിട്ടുള്ള ഡാറ്റ ഇങ്ങോട്ട് വന്നിട്ടില്ല. എന്താണ് കൃത്യമായിട്ട് ഇവിടെ ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ കുറെ കൂടെ വ്യക്തത സർക്കാരും ആരോഗ്യ സംവിധാനങ്ങളും ഉണ്ടാക്കുക എന്നുള്ളതാണ് കാര്യം. ഇതുകൂടെ നമ്മൾ നേരിടേണ്ടുന്ന ഒരു സംഭവമായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. ആളുകൾ ഭയപ്പെടും, കാരണം ഇത് ഇങ്ങനെ ആയതുകൊണ്ട്. പോയിട്ട് വെള്ളത്തിൽ കുളിച്ചാൽ, പുഴയിൽ കുളിക്കുന്നൊരു മലയാളിക്ക് ഇങ്ങനെ അയാളുടെ മൂക്കിനകത്ത് മൂക്ക് പൊക്കി വെച്ച് നീന്തണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മലയാളിക്ക് ഇതുവരെ ജീവിച്ചിരിക്കുന്ന ആൾക്ക് അത് അത്ര പോസിബിൾ അല്ല. അപ്പോൾ അത് ആ നിലക്ക് അതായത് പുതിയ വൈറസ്, ഇതൊരു ഭയങ്കര പുതിയ വൈറസ് ഒന്നുമല്ല, കുറെ കാലങ്ങളായിട്ട് ലോകത്ത് നിലനിൽക്കുന്ന സംഗതി തന്നെ. 2016 കേരളത്തിൽ ആദ്യം ഉണ്ടായതെന്നതും ഈ അടുത്താണ് ഇങ്ങനെ മരിച്ചു തുടങ്ങിയതെന്നതും അതാണ്. കേരളത്തിൽ അതിന് ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ടോ അത് പരിശോധിക്കേണ്ട. അതെ, അതൊക്കെയാണ് ആ നിലയ്ക്കുള്ളത് പരിശോധിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. പക്ഷേ നമ്മൾ തീർച്ചയായും അങ്ങനെ ഒരു ഇപ്പൊ മൂക്ക് പൊക്കി വെച്ച് തന്നെ നീന്തുക എന്നുള്ളതല്ല, ജലാശയത്തിൽ പൊക്കി വെക്കണമെങ്കിൽ പൊക്കി വെക്കുക തന്നെ വേണം. കാരണം കോവിഡ് പറയുന്നപ്പോൾ നമ്മൾ എന്തെല്ലാം വിചിത്രമായ തോന്നിക്കുന്ന നടപടിക്രമങ്ങളിലൂടെ കടന്നുപോയി. നമ്മൾ പുഴയിലും കുളത്തിലും ഒക്കെ നേരത്തെ ഇറങ്ങിയതുപോലെ ഇറങ്ങി കുളിക്കണ്ട, ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാര്യം. 2016 ആലപ്പുഴയിലാണ് സംസ്ഥാനത്ത് ആദ്യത്തെ അമീബിക് മസ്തിഷ്ക ജ്വര കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്. തുടർന്നുള്ള 7 വർഷക്കാലം ആകെ 10-ൽ താഴെ രോഗബാധിതർ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ 80-ലേറെയാണ് രോഗബാധിതരുടെ എണ്ണം എന്നത് ആശങ്കാകരമായ സാഹചര്യമാണ്. ഈ രോഗത്തിൻ്റെ പ്രത്യേകതകളാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത്. വീട്ടിലെ കുളിമുറിയിൽ കുളിച്ചവർക്ക് പോലും രോഗം വന്നിരിക്കുന്നു. മഴയ്ക്ക് ശേഷം ചൂട് കൂടിയ മാസങ്ങളിലാണ് കൂടുതൽ കേസുകളും ഉണ്ടാകുന്നത്. ഈ രോഗം ഇങ്ങനെ ഒറ്റയടിക്ക് വർദ്ധിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് കൃത്യമായ പഠനങ്ങൾ നടത്തേണ്ടതുണ്ട്. അടിസ്ഥാന പ്രശ്നം കണ്ടെത്തി അവിടെ നിന്ന് ചികിത്സ തുടങ്ങേണ്ടതുമുണ്ട്. അതിന് സർക്കാർ ഉടനടി മുൻകൈ എടുക്കണം. ഇടവേളയിലേക്ക്.